ഡയറക്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? വർഷ എനിക്ക് ഇതിനെ ഇഷ്ടമാണെന്നൊക്കെ പണ്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് അങ്ങനെ ചെയ്യിക്കാനുള്ള പ്ലാനല്ലേ? നേരിട്ട് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് എങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തു. വർഷേ ചെയ്തിട്ടില്ല. അല്ല തിരിച്ചു ചെയ്യാം നമുക്ക്. എന്നും ആദർശല്ലേ ചെയ്യും. നമുക്ക് ഇന്ന് വർഷയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. വർഷ ചെയ്തേ. പക്ഷെ ആരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല ഇന്നുവരെ. വർഷയുടെ ഫസ്റ്റില് വരുന്നത് ഞാൻ. അയ്യോ പിന്നെ ആദർശനെ ചെയ്ത അവൾക്ക് ആഗ്രഹമുണ്ട്. വർഷയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ അങ്ങ് ചെയ്ത് നോക്കോ. കൊറേ വർഷമില്ലേ? ഓക്കെ, ഞാൻ സിറ്റുവേഷൻ പറഞ്ഞുതരാം. നിങ്ങൾ റാൻഡം ആയിട്ട് കാണാം. കുറെ കാലമായിട്ട് വർഷന് ഇഷ്ടമാണ് ആദർശന്. അപ്പൊ പെട്ടെന്ന് കാണുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ബീച്ചിൽ വെച്ച് കാണുന്ന വെച്ചോ. അപ്പൊ അവിടെ വെച്ച് കാണും. പെട്ടെന്ന് പോയിട്ട് കണ്ടപ്പോ ആ ഒരു ഇതിൽ എക്സൈറ്റ്മെന്റിൽ പോയി പ്രപ്പോസ് ചെയ്യാണ്. കുറെ കാലം മനസ്സിൽ വെച്ചൊരു പ്രേമം അങ്ങനെ പറയാൻ പോവാണ്. കണ്ട എക്സൈറ്റ്മെന്റിൽ ആദ്യം ചോദിക്കണതായിരിക്കും വെയിലല്ലേ, സൺസ്ക്രീൻ ഇട്ടില്ലേ ആദ്യം. ശരി, ഓക്കെ. പക്ഷെ എന്തുണ്ട് വിശേഷം? സുഖം. എവിടെ ഇരുന്ന് കുറെ നാളായല്ലേ കണ്ടിട്ട്? കോളേജ് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിപ്പാണോ? കോളേജിൽ അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോവാ. ഈ പ്രായത്തിലും അത് കൊള്ളാം, നല്ലതാണ്. ഇതാണ് പ്രശ്നം. ഒരു ശരി, ഓക്കെ. വേറെ ആരും വന്നില്ലേ കൂടെ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണോ? ഞാന് അന്ന് 2018 മെസ്സേജ് ഇട്ടത് ഓർമ്മയുണ്ടോ? മീൻസ് ഒന്ന് നേരിട്ട് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. പിന്നെ എന്തുപറ്റി അന്ന് വരാത്ത? പിന്നെ അതിനുശേഷം ഞാൻ ഫേസ്ബുക്ക് ലോഗൗട്ട് ആക്കി. തന്നെയല്ലേ? ഓക്കെ, നെറ്റ് തീരുമായിരുന്നു. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എനിക്കിപ്പം തരക്കേടില്ലാത്തൊരു ചെറിയ ജോലിയുണ്ട്, സാലറി ഉണ്ട്. അപ്പം ഒരു കല്യാണം കഴിച്ചാലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. വെറുതെ ഈ പ്രേമിച്ച് നടന്ന സമയം കളയുന്നതിനെക്കാട്ടി നല്ലതൊരു കല്യാണം കഴിച്ചാലോ എന്നൊരാഗ്രഹമുണ്ട്. പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ പ്രപ്പോസ് ചെയ്യട്ടെ. എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ സത്യം നല്ലൊരു കപ്പിള. ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് ഞാൻ ഇരിക്കുമ്പോ തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാണ്. നല്ല എൻജോയ്മെന്റ് ഉണ്ട്. നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഭയങ്കര എൻജോയ്മെന്റ് ഉണ്ട്. ഞാൻ ചോദിക്കാവുന്ന ചോദ്യം പറഞ്ഞു. സത്യത്തില് എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ കുറെ കപ്പിൾസ് കുറെ പേരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ കണ്ടന്റ് വീഡിയോ അല്ലാതെ വേറെ എന്താ ജോബായിട്ട് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിൽ നിന്നും ചെറിയ ഏർണിങ്സ് ഉണ്ട്. അതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഇങ്ങനെ താമസിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങള് ഫാമിലി മീൻസ് അമ്മൂമ്മയൊക്കെ ആയിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പെട്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതൽ നമ്മളെ കണ്ടന്റ് വീടിനകത്തെ സാധനങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അമ്മൂമ്മയുടെ വീട്ടിലില്ല. അപ്പൊ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീടെടുത്ത് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ കണ്ടന്റ് പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അമ്മൂമ്മ കൂടെ വരും, നമ്മൾ കൂടെ അങ്ങോട്ട് പോകും. അമ്മൂമ്മ നല്ല ഫുഡ് വയ്ക്കും, അങ്ങനെ പോകും. കാരണം ചെറുപ്പം തൊട്ടേ നോക്കിയത് അമ്മൂമ്മ ആയതുകൊണ്ട് ആ ഒരു കമ്പനി എപ്പോഴും അമ്മൂമ്മയുടെ അടുത്ത് വെച്ചേക്കും. പക്ഷെ അമ്മൂമ്മയ്ക്ക് എന്നെക്കാട്ടി ഇഷ്ടം ചേട്ടൻ്റെ അടുത്താണ്. എനിക്ക് ചേട്ടനുണ്ട്. ചേട്ടൻ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇപ്പൊ ചേട്ടൻ അത് റിസൈൻ ചെയ്തിട്ട് ഇതേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. അതാണ് വീഡിയോ ചെയ്തിരുന്നില്ലേ? ഞങ്ങളെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ ചേച്ചിന്റെ ഭർത്താവിനോട് പോയി. അതെ, ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നല്ലോ, ചേച്ചിന്റെ ഭർത്താവിന്റെ കൂടെ പോയ ഒരു ഓട്ടോ സാധനം. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ അത് നല്ല അങ്ങനെ. അപ്പം ചേട്ടനും ചേച്ചി ഫുഡ് ബ്ലോഗാണ്. ചേട്ടൻ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് ഇറക്കി. അപ്പൊ എനിക്ക് പറഞ്ഞ പ്രൊമോഷൻ കൂടുതലും ഇപ്പൊ അവനാണ് പോണത്. കാരണം ഒരേ മുഖച്ചായ ആയതുകൊണ്ട് അമ്മയ്ക്ക് മാറിപ്പോവായിരുന്നു. പണ്ട് ഇവര് ഏകദേശം ഒരേ കണക്കാ ഡ്രസ് ചെയ്തോണ്ടിരുന്നേ. 4 കുറിയൊക്കെ അടിച്ച് കമ്മലൊക്കെ ഇട്ട് ജീവിതത്തിൽ നിന്ന് ചരണ്ടി എടുക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, എന്നോട് ഉണ്ടായിരുന്ന 7 പേരും കണ്ണാപ്പികളാണ്. ഇവളും വലിയ തരക്കേടില്ലായിരുന്നു കേട്ടോ. ഇവളെ ഫോട്ടോ ഞാൻ ഇത് ഇറങ്ങാതെ കാണിച്ചത്. എല്ലാം കരിപ്പന്മാരൊക്കെ ആയിരുന്നു. ചേട്ടന്റെ വൈഫായിരുന്നു ഏറ്റവും കോമഡി. 4 കുറിയൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി MG കോളേജില്. ചേച്ചിയും ഇതായിരുന്നു, കാന്താരിയായിരുന്നു. ഞാൻ പക്ഷെ വലിയ കാന്താരിയല്ലേ, പച്ചമുളക്. അല്ലല്ല, ഞാൻ വലിയ അങ്ങനെ അധികം ഇങ്ങനെ വൈബ്ര ഇപ്പൊ ഉള്ള പോലെ സംസാരിക്കണ. ഞാൻ സംസാരിക്കൂലായിരുന്നു ആരടുത്തും. ഇൻട്രോവേർട്ട് അധികം ആരത്തും അങ്ങനെ സംസാരിക്കൂല. എന്നാൽ കമ്പനി ആവുന്ന ആൾക്കാരത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കും.
ഇപ്പൊ ഓക്കെ ഇപ്പൊ 2 മിനിറ്റ് കൂടുതൽ കണ്ടാൽ ഞാൻ കമ്പനിയോ. അപ്പൊ നിങ്ങൾ അതേപോലെ തന്നെ ഇപ്പം എന്താണ് പറയാ വീഡിയോസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ മടുക്കാൻ തുടങ്ങി, ഇപ്പൊ വീഡിയോസ് വേണ്ട വേറെ എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോട്ട് വരാൻ തുടങ്ങിയോ? അതിലപ്പുറത്തേക്ക് വേറെ ചെയ്യാനില്ല. നമ്മള് കലാ ആർട്ടിസ്റ്റുകളല്ലേ പണ്ട് മുതലേ. പഠിക്കുന്ന കാലം തൊട്ടേ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഇല്ല ഒരു ഓഫീസ് ജോബ് 10 to 5 ജോലി, അതിനോട് എനിക്ക് പണ്ട് താല്പര്യമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു ഡിഗ്രി എടുത്ത്, ഞാൻ MG കോളേജിലാണ് പഠിച്ചത്, മലയാളം ഡിഗ്രി എടുത്തു. പിന്നെ ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങളെല്ലാം എനിക്ക് പറ്റണ രീതിയിലെല്ലാം, പക്ഷെ എനിക്കത് ഒരു തൃപ്തിയില്ല. എന്ന് വെച്ചാൽ എനിക്കിഷ്ടം ഈ ഫിലിം ഫീൽഡ്, സിനിമ, ഇങ്ങനെ കോമഡി കണ്ടന്റ് ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോ ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഉള്ള വരുമാനത്തിൽ നമ്മളെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോണു, ആർക്കും ഒരു ശല്യം ഇല്ലാതെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴോർത്തെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ബിഗ് ഡ്രീം അങ്ങ് നിങ്ങൾ അച്ചീവ് ചെയ്തു അല്ലേ? കിയ എടുത്തു, എന്നിട്ട് വർഷനെ എടുത്തങ്ങനെ ചവിട്ടിപ്പിച്ചു അല്ലേ? ഇത് ശരിക്കും സംഭവം എന്ന് വെച്ചാൽ ഞങ്ങള് കാർ എടുക്കണമെന്നൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. എന്റെ കയ്യിലുള്ളത് ഒരു ബീറ്റ്, ഷെവർലൈറ്റ് ബീറ്റ്, വെള്ള കാറായിരുന്നു. എനിക്ക് എന്തോ ചുമ്മാ ആയിരുന്നു, ഒരു ദിവസം തോന്നി ഇതിന്റെ കളർ അങ്ങ് മാറ്റി, ഈ കളറാക്കി. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, ഇതങ്ങാക്കി. ഇതാക്കി കുറെ കഴിയുമ്പോൾ പറയല്ലോ ബീറ്റ് റീസെയിൽ വാല്യൂ ഇല്ല, പോരാത്തിന് കംപ്ലൈന്റ് ഒക്കെ വന്നു തുടങ്ങി. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ വേണ്ടി കൊണ്ടിട്ടിട്ട് ആരും എടുക്കണില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ആരും എടുക്കാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യും, എക്സ്ചേഞ്ചിന് അടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കിയുടെ ഷോറൂമിൽ പോയി നോക്കിയപ്പോൾ ആദ്യം സോണറ്റ് നോക്കി, പിന്നെ രണ്ടാമത് നോക്കിയപ്പോൾ സെൽട്ടോസ് കിടക്കുന്നു. സെൽട്ടോസ് റേറ്റ് കൂടുതലായി. അപ്പം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ കൂട്ടുകാരന്മാര് അപ്പൊ ഇവന്മാരെന്റെ പറയാം, അളിയ നീ കീ എടുത്താൽ ഞാൻ പാട്ട് പാടും. ഞാൻ ചെയ്ത പാട്ട് കിയ കിയ കുരുവി. അപ്പൊ എനിക്കറിയാം എവിടെ നിന്നായിരുന്നാലും എനിക്ക് പണി കിട്ടും. യുവമാർ എന്നെ ട്രോൾ ഉറപ്പാണ്. യുവമാരെയും കൊണ്ടുപോയി സോണറ്റ് നോക്കിയപ്പോൾ പറയുന്നത് അല്ലെ സെൽട്ടോസ് കൊള്ളാം, നീ ഞാൻ നോക്കി അവനോടാ റേറ്റ് കൂടുതലാണ്, ഇത്രയാണ്. ഒരു ആലോചിച്ച് അപ്പം ഒരുത്തം എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ പറയും നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുകയാണ് എന്നുള്ള മാത്രം നോക്കിയിട്ട് എടുക്കാറുണ്ട്, എടുത്ത് ചാടി ആവശ്യം എന്താണോ അത് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു നോക്കി വിചാരിച്ച് എന്തായാലും ലൈഫിൽ ഇനി ഞാൻ വേറെ കാർ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ പിന്നെ എടുക്കണം നല്ലൊരു കാറാണ്, ഇതങ്ങ് ബുക്ക് ചെയ്ത്. ഞാൻ പറയും എൻ്റെ ഈ ഒരു വണ്ടിയാണ്, ബീറ്റാണ്. ഓക്കെ ബ്രോ, ഇത് ഞങ്ങൾ വാല്യൂ നോക്കട്ടെ, എക്സ്ചേഞ്ച് വാല്യൂ എല്ലാം നോക്കിയിട്ട് എൻ്റെ പറഞ്ഞു 20 രൂപയ്ക്കാണെങ്കിൽ എടുക്കാം. ഇങ്ങനെ 20 എന്ന് വെച്ചാൽ 20 ലക്ഷമൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. 20,000 ഒരിക്കലും ഒരാളെ ചിന്തിക്കില്ല, കാരണം 4 ടയർ എനിക്ക് 20 രൂപയായി. ബ്രോ ഞാൻ അതിൻ്റെ പെയിന്റ് മാറ്റി, AC പണി എല്ലാം കൂടെ എനിക്ക് 19 രൂപയുണ്ട്, എന്നിട്ട് 20 രൂപ എന്ന് പറയുമ്പോൾ ബ്രോ ഈ കളറാണ് പ്രശ്നം. പിന്നെ ഞാൻ ആർക്കും കൊടുത്തില്ല അത്. പക്ഷെ പാവം എവിടെ പോകുമ്പോഴേ ആ വണ്ടി എടുത്തോണ്ട് ഞാൻ പോകും. അറ്റാച്ച്മെന്റ് കൂടുതൽ എന്ന് വെച്ചാൽ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ 2022 ചേണ്ട കല്യാണത്തിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. കല്യാണത്തിനോടി, ചേണ്ട വീടിന്റെ പാലുകാച്ചിനോടി, എന്റെ പെണ്ണ് കാണലിന്, നിശ്ചയത്തിന്, കല്യാണത്തിനൊക്കെ ഈ വണ്ടിയിലാണ് സാധനം വാങ്ങിച്ചു പൊക്കോണ്ടിരിക്കണത്, ഓരോ കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് കൊടുക്കാൻ തോന്നില്ല, പാവം ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിപ്പോയി. അങ്ങനെ അതിനെയും കൂടെ കൊണ്ടാണ് പാടുന്നത്. അതല്ലേ. അതേപോലെ അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ഞാൻ കണ്ടു. അമ്മ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അമ്മ ഇപ്പൊ കൂടെ ഉണ്ടോ അതോ? അമ്മയുണ്ട്. അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മ ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, സംസാരിക്കും കാര്യങ്ങൾ. അപ്പൊ ഏട്ടൻ ഇപ്പൊ ഇവിടെ ആണോ അതോ കൂടെ ആണോ അതോ? ചേട്ടനോ? ഇല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ചില കിളികളുടെ പോലെയാണ്. ഒരു സാഹചര്യം എത്തിക്കഴിയുമ്പോൾ എല്ലാരും സെപ്പറേറ്റ് പറന്നൊരു കൂട് വെച്ച് മാറുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ കല്യാണം അമ്മൂമ്മയുടെ ഒക്കെ കൂടെ ഞാൻ ചേട്ടൻ ഞങ്ങളോട് അമ്മയുടെ അമ്മയാണ് നമ്മളെ വളർത്തിയതൊക്കെ. ഈ പറയണ അപ്പം വളർത്തുമ്പോൾ പല ഇതായിട്ട് വരില്ല. അപ്പം ഞാനും ചേട്ടനും ഒക്കെ വളർന്നത് അമ്മൂമ്മയുടെ കൂടെയാണ്. 7ാം ക്ലാസ് വരെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ ഇതുപോലെ ഞങ്ങൾ ആ സമയത്ത് അമ്മൂമ്മ എന്നുള്ളൊരിത് കാരണം അച്ഛൻ സെപ്പറേറ്റ് എന്നാൽ മാറാം. കാരണം പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അമ്മൂമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ, സമൂഹം അങ്ങനെയാണല്ലോ, നല്ല സമൂഹമായിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര കോമഡി ഇട്ടിട്ട് അങ്ങനെ അച്ഛൻ സെപ്പറേറ്റ് മാറുന്നു. അപ്പം അച്ഛൻ പറയും നിങ്ങൾക്ക് എന്നാണെങ്കിലും എൻ്റെ അടുത്ത് തിരിച്ചു വരാമെന്ന് പറയും. അപ്പം ഞങ്ങൾ അന്നത്തെ ഓർമ്മയിൽ ഞങ്ങൾ മാറി അമ്മൂമ്മയായിട്ട് നിന്ന് അങ്ങനെ പൊക്കോട്ടിരുന്നു. അപ്പം അമ്മൂമ്മ നോക്കി അച്ഛൻ എന്നാൽ 7ാം ക്ലാസ് വരെ അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അച്ഛൻ ഞങ്ങളെ നോക്കും, കാര്യങ്ങളൊക്കെ തരും. പിന്നീട് ഞങ്ങളായിട്ട് അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ പോലും. പിന്നെ ഞങ്ങളൊരു ഇതിൽ അറിയുന്നത് അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. കാരണം കുറ്റം പറയാൻ പറ്റില്ല, എത്ര നാളെന്ന് പറയാം. അച്ഛൻ ഇതാണക്ക് എൻ്റെ ഓർമ്മയിൽ എന്നും മിക്കപ്പോഴും അച്ഛൻ വണ്ടി ഓടാൻ പോകുമ്പോഴും ചെറുതിലേക്ക് അച്ഛൻ ഈ പറഞ്ഞ കണക്ക് വെളിയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, ഓടയില്ല. അപ്പം വീട്ടിൽ വന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പം അച്ഛനെ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അപ്പം അച്ഛൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയും നീ ഇങ്ങനെ ഒറ്റയായിട്ട് നിൽക്കേണ്ട, നീ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കല്യാണം കഴിച്ചു. ആ കാര്യത്തിലേക്ക് എനിക്ക് അച്ഛൻ്റെ ഭയങ്കര സ്നേഹമാണെന്ന് വെച്ചാൽ പാവം ഒന്നുമില്ലെങ്കിലും ഒരു 2 പിള്ളേരുള്ള ഒരു ഫാമിലീനെ നോക്കി അങ്ങനെ കൊണ്ടുപോകില്ല. എനിക്ക് മനുഷ്യൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെ അച്ഛൻ ഇങ്ങനെ പോയാണ്. പിന്നെ രണ്ടാമത് കുറേ നാളിന് ശേഷം ഞങ്ങൾ തമ്മിൽ ചേട്ടനാണ് ആദ്യമായിട്ട് കമ്പനിയാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് മിണ്ടൂല, ഇനി ഭയങ്കര അഭിമാനിയാണെന്നാണ്. ഒരു ദിവസം ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട്
ഇങ്ങനെ എടാ വാ നമുക്ക് ഒരെണ്ണം വരെ പോയിട്ട് അച്ഛൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അപ്പം അച്ഛനും എൻ്റെ മിണ്ടില്ല ഞങ്ങൾ നേരെ കണ്ടാലും ഇങ്ങനെ പോകും. ഒരു അച്ഛൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അച്ഛനും പാളി ഞാനും പാളി പെട്ട് കഴിക്കുകയാണ്. അച്ഛൻ ഇവനെന്തോ സംസാരിക്കുകയാണ്. ഞാൻ പറയും എനിക്കത് സംസാരിക്കില്ല. പിന്നെ അച്ഛൻ എന്തോ സംസാരിക്കേണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളൊന്ന് മിണ്ടി. പിന്നെ ഭയങ്കര കമ്പനിയാണ്. ഞാൻ അച്ഛനക്ക് യേശുസ്ഥലത്ത് വരുന്നു, ചായ കുടിക്കുന്നു, അവിടുത്തെ കഥ പറയുന്നു, നുണ പറയുന്നു, അങ്ങനെ പോകണം. പിന്നെയാണ് അമ്മൂമ്മ അപ്പം കല്യാണം കഴിയുമ്പോൾ ചേട്ടൻ നേരത്തെ പറയുന്നത് സെപ്പറേറ്റ് ഒരു വീടെടുത്ത് മാറും. കാരണം ഫാമിലി എന്ന് പറഞ്ഞാൽ എപ്പോഴായിരുന്നാലും എന്തെങ്കിലും ഒരു ചെറിയ ഇപ്പോൾ വന്ന് കയറുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇല്ലെങ്കിൽ നമുക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്നും കാണുന്നതിനെക്കാട്ടി നല്ല വല്ലപ്പോഴും കാണണം. അപ്പം ഞങ്ങൾ വിചാരിച്ച് സ്വന്തമായിട്ടൊരു ഫാമിലി എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കണം. ചേട്ടൻ ആദ്യം മാറി, ഒരു വീട് വെച്ച് ചേട്ടൻ മാറി. രണ്ടാമത് ഞങ്ങൾ കല്യാണം കഴിയും ഒരു 5 മാസം 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ശരിക്കും മാറാനുള്ള കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഷൂട്ട് എല്ലാ കാര്യങ്ങളും ഒട്ടും നടക്കണില്ല. എന്ന് വെച്ചാൽ രാത്രി 1 മണി 2 മണിക്കൊക്കെ വീട്ടിൽ അമ്മൂമ്മയ്ക്കും അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. എന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും നമ്മൾ പ്രായമുള്ളതല്ലേ, അപ്പൊ നമ്മൾ ഈ കിടന്ന് ഈ ബഹളം, പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ ചിലപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി. ഞങ്ങളെ മിക്ക ചില കണ്ടന്റുകൾ നൈറ്റ് ഒക്കെ എടുക്കും. അപ്പൊ നമ്മൾ ഈ കിടന്ന് ബഹളം കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഉറക്കം കിട്ടൂല. അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരും. അപ്പൊ നമ്മൾ പറഞ്ഞ അമ്മ എന്നാണ് കാണുക ഒരു ചെറിയ വീടെടുത്ത് മാറണം. എന്നിരുന്നാലും നമ്മൾ ഡെയിലി വരും, അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഞാൻ തിന്നാൻ അവിടെ പോകും, എന്നുവെച്ചാൽ നല്ല ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ അമ്മൂമ്മേനെ ഇപ്പോഴും വിളിക്കും, സംസാരിക്കും, പോവും. ഇപ്പൊ തന്നെ നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ 3-4 കോള് പറഞ്ഞുണ്ട്, എവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പൊ അടുത്തെന്ന് വെച്ചാൽ ഒരു 5 കിലോമീറ്റർ എന്റെ വീടും അമ്മൂമ്മയുടെ വീടും തമ്മിൽ ഏകദേശം ഒരു 10 മിനിറ്റത്തെ യാത്ര. ചേട്ടൻ ഇപ്പൊ വെച്ചെങ്ങനെ വീടും അമ്മൂമ്മയുടെ, അതായത് ഞങ്ങൾ ചുറ്റും ഉണ്ട്. പിന്നെ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്മയുടെ ഫാമിലി ആയിട്ട് പോകുന്നു. അമ്മയുടെ മോള് LLB പഠിക്കണം, അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. നിങ്ങൾ ഈ കണ്ടന്റ് കിട്ടാണ്ടാകുമ്പോ എനിക്ക് ഇത് കണ്ടന്റ് കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വേറെ എന്ത് ചെയ്യാനാന്നുള്ള സാധനം ആലോചിച്ചിട്ടുണ്ടോ? കണ്ടന്റ് കിട്ടാതാകുമ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങും, എന്നിട്ട് ആൾക്കാരെ നോക്കും, ഇത് കണക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ ഇപ്പൊ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനം കിട്ടി ഈ സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കും, ഓരോ ആൾക്കാരെ നോക്കും. നിങ്ങള് ഈ നമ്മുടെ ഓപ്പോസിറ്റ് അപ്പുറത്തിരിക്കുന്ന ക്യാമറ ചേട്ടൻ എന്നൊക്കെ ചെയ്ത് ചേട്ടൻ തന്നെ കുറെ നേരം നിൽക്കൂലേ, പിള്ളേര് കഥയും പറഞ്ഞിരിക്കണം, ഉണ്ണാൻ സമയമായെന്നുള്ള അങ്ങനെ. അപ്പൊ ഇതിങ്ങനെ നോക്കും, അപ്പൊ നല്ല രസമാണ്. അങ്ങനെ കുറെ നമ്മുടെ ഇന്റർവ്യൂ അല്ലേ, എനിക്ക് ഇത് മാത്രം കട്ട് ചെയ്ത് കളയും. ഞാൻ കൊറേ ചിരിച്ചു കേട്ടോ, കരയുന്നു ഞാൻ ചിരിച്ചിരിച്ചിട്ട്. നമ്മളെ ആൾക്കാർ ഒബ്സർവ് ചെയ്യും കൂടുതൽ. അപ്പൊ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ് അതാണ്, ആൾക്കാരാണ് അങ്ങനെ ഒബ്സർവ് ചെയ്താണ്. ഒരു ടെക്സ്റ്റൈലൊക്കെ നമ്മൾ ചെയ്തല്ലേ, ഞങ്ങള് തമാശക്ക് ചെയ്തതാണ് ഒരു ടെക്സ്റ്റൈലിന്റെ ഇത്. അത് നല്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റൈലാണ്. നമ്മളെ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു വീട് ഇപ്പം മാറി, അവിടത്തേക്ക് സാധനം വാങ്ങിക്കാനും ഈ ഒരു സ്ഥലത്താണ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള സ്ഥലത്ത്. ട്രിവാൻഡ്രത്തെ പണ്ട് തൊട്ടേ ആൾക്കാരെല്ലാവരും പോയിക്കൊണ്ടിരുന്നത് നല്ല ഇതാണ്. അവിടെ 1-2 ചില കടയിൽ ചെല്ലുമ്പോൾ ചില സ്റ്റാഫുകളുണ്ടല്ലോ, ചില നമ്മൾ വലിയ കടയിൽ ചെല്ലാൻ നേരത്ത് നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. എന്ത് വാങ്ങിക്കാനാണ് സാർ? ഇല്ല, നമ്മൾ ടോപ്പൊക്കെ കുറഞ്ഞതൊക്കെ താഴെയാണ് കേട്ടോ, കൂടിയതൊക്കെയാണ് മേലുള്ളത്. സെയിൽസ് സ്റ്റാഫുകളെ നോക്കിയപ്പോ പെട്ടെന്ന് കണ്ടിപ്പെട്ടത് ഇവരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നവരെ. അപ്പൊ പെട്ടെന്ന് അവരെ ഇമിറ്റേറ്റ് ചെയ്തൊരു വീഡിയോ എടുത്തു. അത് ഭയങ്കര സീനായി. എന്ന് വെച്ചാൽ അവരെ നമ്മൾ കളിയാക്കി. ഇപ്പോഴും നമുക്ക് ആ ഷോപ്പിനോട് ഭയങ്കര ബഹുമാനമാണ്. ഇതിട്ടതിന് ശേഷം ഞങ്ങൾക്ക് ആ ഷോപ്പിൽ കയറാൻ ഭയങ്കര പേടിയാണ്. ഷോപ്പിനോടല്ല, മീൻസ് അവിടുത്തെ സ്റ്റാഫുകൾ, കാരണം ഇത്രയും നേരം നിൽക്കുകയല്ലേ അവര്. അപ്പൊ ആ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്കൊരു കണ്ടന്റ് നമ്മളിട്ട് അതിന്റെ ഇമ്പാക്ട് പിന്നീടല്ലേ അറിയുന്നത്. അങ്ങനെ ഈ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ക്ഷീണയില്ലേ വർഷമില്ലേ അങ്ങനെയൊക്കെ കൂടുതലും കൊച്ചു പിള്ളേരെ ഈ അമ്മമാരൊക്കെയാണ് വന്നെടുക്കുന്നത്. ആണോ? അയ്യോ മക്കളെ, നിങ്ങളെ വീഡിയോ ഉണ്ടല്ലോ, നിന്നിട്ട് ആ പെൺവേഷം വീട്ടിലെടുത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര ഡിറ്റ്. അവർക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മുടെ അടുത്തുണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെ ഒന്ന് സംസാരിക്കും. പിന്നെ കൊച്ചു പിള്ളേർ വന്നിട്ട് ചേട്ടൻ യൂട്യൂബർ അല്ലേ? ആണ് ചേട്ടൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് ഭയങ്കര ഇഷ്ടം. കൊച്ചു പിള്ളേര് യൂട്യൂബറാണ്, ആണ് നിനക്കാര് ഫോൺ തരണ, അമ്മ തരുമെങ്കിൽ പിടിച്ചു വാങ്ങിച്ചു വെച്ചിട്ട് ഇത് പടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പോഴൊക്കെ ചേട്ടൻ കാണും വീഡിയോയിൽ. അതേപോലെ ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ അംഗൻവാടി വീഡിയോ ചെയ്തത്? അംഗൻവാടി വീഡിയോ ചെയ്യണം. അതെ അതെ, അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾ ടേക്ക് എടുക്കുമോ? നിങ്ങൾ കുറെ ടേക്ക് എടുക്കുമോ? നമ്മൾ ചിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ അംഗൻവാടി കണ്ടന്റ് എടുക്കുമ്പോഴാണ് ചിരിക്കുന്നത്. കാരണം പൂർണിമേനെ നമ്മളൊരു റിച്ച് കാറ്റഗറിയിലാണ് പൂർണിമേനെ ഉള്ളത്. എന്റെ ഡാഡി സിംഗപ്പൂർ ഡാഡി എന്നുള്ള സാധനമാണ്. സിംഗപ്പൂർ കണ്ടിട്ട് പോലില്ല അവള്. ഇതെടുക്കുമ്പോ നമ്മൾ തന്നെ ചിരിക്കും. അവള് ചേട്ടാ എനിക്ക് ചിരി തരുന്നത് നിങ്ങൾ ഇത് കാണുന്നത്, എന്റെ ഒരു മഞ്ചുണ്ട് എനിക്കൂടെ തരും ഈ സാധനമൊക്കെ ചെയ്യും. അത് നമുക്ക് കൂടുതലും പിള്ളേരുടെ അടുത്ത് നിന്നിട്ടാണ്. ഇടയ്ക്ക് ഒരു കിൻഡർ ഗാർഡന്റെ പ്രൊമോഷൻ നമ്മൾ പോയി, അവിടെ നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടി. ഈ പിള്ളേരൊക്കെ ചില പിള്ളേർ, അതേ മക്കളെ ഇന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി 2 ഗസ്റ്റുകൾ വരുന്നുണ്ട്, അപ്പം നിങ്ങൾ ഒരു കാരണവശാലും അവരെ കളിയാക്കാനോ അവരെ ഉപദ്രവിക്കാനോ ഒന്നും പോവല്ലേ. ഇത് കേട്ടിരിക്കുന്ന പിള്ളേർ നമ്മൾ വരാൻ നേരത്തെ പിള്ളേർ
അങ്ങനെ നീക്കും. ഹായ് മോനെ, ടീച്ചർ പറഞ്ഞു നിങ്ങളടുത്ത് എന്നിട്ട് എന്നോട് ചോദിക്കണേ നിങ്ങള്, എനിക്കറിയാം നിങ്ങളെ. അപ്പൊ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇത്രയും പൊടിക്ക പിള്ളേര്, നിങ്ങള് ഗസ്റ്റ് അല്ലേ? ഈ പറഞ്ഞെടുത്ത എനിക്ക് നിങ്ങളെ അറിയാല്ല. വീഡിയോ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ പേരെനിക്കറിയാം. എന്തോന്നാണ് ഞങ്ങളെ പേര്? ഗസ്റ്റ്. പാവം, പിള്ള മനസ്സിൽ കള്ളല്ലോ, അവർക്ക് അത്രേ അറിയുള്ളൂ. പാവം. അങ്ങനെ കൊറേ ഇങ്ങനെ പോകുമ്പോ കൊറേ മെമ്മറീസ് കിട്ടില്ലേ? അപ്പൊ നിങ്ങക്ക് മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ഇപ്പോഴും കാണുമ്പോ ചിരി വരുന്ന ഒരു സാധനം ഏതാ? കണ്ടന്റിലായിക്കോട്ടെ, അല്ലെ പുറമെ ലൈഫിൽ തന്നെ ഇപ്പോഴും ഒരു ബംഗാളി. പിന്നെ ചോദിക്കാൻ വിട്ടു, ബംഗാളി. അത് ഭയങ്കര ഒരു സാധനം. ബംഗാളി എന്ന് വെച്ചാൽ നമ്മള് അതെങ്ങനെയാ നമ്മള് ചിന്തിച്ചെന്ന് കണ്ടന്റ് എങ്ങനെയാ വന്നേ? കണ്ടന്റ് വന്നത് ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കണ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ബംഗാളി കണ്ടന്റ് ചെയ്യാനുള്ള പ്രചോദനം എന്ന് വെച്ചാൽ ഈ കണ്ടന്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് പറയുമല്ലോ. ഞങ്ങളൊരു കൂട്ടുകാരന് ഒരു പ്രോഗ്രാമിന് പോകണം. ഇപ്പം മുണ്ടാണ് കൊടുക്കാൻ, നമ്മളെ ഗാനമേള ദേവരാജത്തിന്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ മുണ്ട്. ഇവന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അടിയിലൊന്നും ഇടൂല. ഇവരുടെ പ്രശ്നമുണ്ട്, മിടുക്കന്മാരാണ് കൂട്ടത്തിൽ, അങ്ങനെ 3 പേരുണ്ട്. അളിയെ മുണ്ടാണ് നീ അപ്പോൾ ഇതിന്, അയ്യോ അളിയെ ഒരെണ്ണം വാങ്ങിക്കണം. എവിടെ നോക്കിയാൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു ഹിന്ദിക്കാരന്മാർ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കില്ലേ. ചെന്നിട്ട് സാർ കം സാർ, ബ്രാൻഡഡ് സാർ, 100 രൂപയ്ക്ക് ബ്രാൻഡഡ് ഇവ ഇതിട്ട് 3 കഴിവൊക്കെ പല കളർ പോകുന്നത്. അതിൽ നിന്നാണ് ഈ ഹിന്ദിക്കാരൻ്റെ സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഈ തലമുടി വെട്ടാനൊക്കെ ചെല്ലാൻ നേരത്തെ പോകുമ്പോൾ, അപ്പോൾ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു സ്ലാങ്ങിൽ സംസാരിച്ച് ഞാൻ അതൊക്കെ തിരിച്ച് സംസാരിച്ചു പോകും. അമ്മച്ചി പറയണേ തന്നോക്കളെ നിങ്ങളെ റീല് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം ഞാൻ തിരിച്ചാൽ കണക്ക് തന്നെയല്ലേ സംസാരിച്ചു പോകും. ചില പിള്ളേരൊക്കെ ആണെങ്കിൽ ചാത്തൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത്. ഈ ഹിന്ദിക്കാരന്മാരെ സംസാരിക്കുമ്പോൾ ഞാൻ അതിനൊക്കെ സംസാരിക്കും. അങ്ങനെ എന്നെ അപ്പം ഈ കണ്ടന്റ് ചെയ്യണതിന് മുമ്പ് തന്നെ ഒരു ദിവസം ഒരു ഹെയർ കളർ ചെയ്ത് റെഡ് കളർ എങ്ങാണ്ട് അടിച്ച്, ഒരാവശ്യമില്ല ചോപ്പ് അടിച്ച്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ട്രോള് എൻ്റെ ചേട്ടനാണ്. ഇനി ഞാനും കൂടെ ഒരു ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഉടുപ്പി ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പോയി. കഴിച്ച് ബില്ലെടുത്ത് ഇറങ്ങാൻ നേരത്ത് അവിടെ കൗണ്ടറിൽ ഇരുന്നൊരു പുള്ളി ചോദിച്ചു തും കൽ ഇങ്ങനെ എന്താ ഹിന്ദിയിൽ എന്താ ചോദിച്ചു. എന്നുവെച്ചാൽ മനസ്സിലായില്ല, മലയാളിയായിരുന്നാ. ഇന്നലെ ഇതേ കണക്കൊരു ബംഗാളി വന്നിരുന്നു, ഞാൻ വിചാരിച്ച പുള്ളിയാണെന്ന്. ഞാനിരുന്നു അതാ, പിന്നെ ചേട്ടാ അത് കഥയാക്കി. ഇതോടുകൂടി ഞാൻ അന്ന് വൈകിട്ട് കളർ മാറ്റി, കറുപ്പടിച്ച്. അങ്ങനെ മനസ്സിലായി എനിക്കൊരു എവിടെയോ ഒരു ബംഗാളി ഒളകി കിടപ്പുണ്ടോ. പിന്നെ അങ്ങനെ ഓരോ കടകളിൽ പോകുമ്പോൾ ഇങ്ങനെ ബംഗാളിക്കാരന്മാർ ചേട്ടാ ഇത് നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, നിങ്ങൾ ക്യാഷ് ചേട്ടാ, നമ്മൾ നഷ്ടം ചേട്ടാ. കപ്പലിക്കാരന്മാരൊക്കെ ഉണ്ട്. ബ്രോ 5 രൂപ കപ്പലിൻ്റെ ക്യാഷ് ചേട്ടാ, 5 രൂപ ചുട്ടുപോലും പാടയിലില്ല ചേട്ടാ, ഇത് 10 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണം ചേട്ടാ, എന്താ ചേട്ടാ. ചോട്ടു അല്ലേ? അങ്ങനെയാണ് ചോട്ട് വന്നത്. ചോട്ട് എത്ര സീരിയസ് ആയിട്ട് കൊണ്ടുപോണ്ടോ? ഇനി ചോട്ട് 2-3 എപ്പിസോഡ് ഇറക്കിയുള്ള 3 ബംഗാളി. അത് ഓരോരുത്തന്മാരെ കല്യാണത്തിന് വരെ കമന്റ് ചെയ്തത് ബംഗാളിക്ക് പെണ്ണ് കിട്ടിയോ മലയാളിയായിരുന്നു. ഇതൊരു ഇന്റർവ്യൂവിൽ നോബിയണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നോബിയണ്ണ പറയും ചേട്ടാ ഇങ്ങനെയാണ്. ഞാൻ നോബിയണ്ണ പിഷാരടി ചേട്ടാ ഇവരെല്ലാവരും ഒരു ഇന്റർവ്യൂവിൽ ഇതണക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ. ഞാൻ പറയും എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്, കല്യാണത്തിന് ഇങ്ങനെ ആൾക്കാർ ബംഗാളിക്കും പെണ്ണ് കിട്ടിയെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് നോബിയണ്ണ ചിരിച്ച് എന്താണ് നിങ്ങൾ ഒരാളിങ്ങനെ സങ്കടം പറയുക. അപ്പൊ പിഷാരടി ചേട്ടൻ്റെ അടുത്ത് നോബിയണ്ണ അല്ലാണ് അവൻ സീരിയസ് ആയിട്ട് ചിരി വന്നാണ് ബംഗാളിക്ക് പെണ്ണ് കിട്ടിയത്. നിങ്ങളുടെ ലവ് സ്റ്റോറി അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാൻ തുടങ്ങിയല്ലേ? നിങ്ങൾ വീട്ടില് എങ്ങനെയാ? വീട്ടില് അതായത് ഭാര്യയും വൈഫായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒതന്റിക് ആയിട്ടൊക്കെ പോവാറുണ്ടോ? അതിങ്ങനെ ഇങ്ങനെ ഇതന്നെയാണോ ശരിക്കും? ഇതന്നെയാണോ ലൈഫില്? ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കൂട്ടുകാര് ആദർശിന്റെ ഫ്രണ്ട്സ് എന്റെ കട്ട കമ്പനിയാണ്. അപ്പം വാ തുറന്ന ട്രോളാണ്. അപ്പൊ അത് തന്നെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച വേറെ. അതായത് എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവര് എന്നെ കളിയാക്കണ 1-2 സംഭവമുണ്ട്. ഒന്ന്, എനിക്ക് ഈ പഴയ സത്യനന്ദിക്കാട് സിനിമ, വയല്, ഗ്രാമം, പാലക്കാട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാലക്കാട്, വയല്, കൂടുതൽ ട്രെയിന്. ഇവരെന്നെ കളിയാ. അതായത് യവന്മാരെല്ലാവരും കൂടെ ഇന്നിരുന്ന് എന്താ പറയുക, ഇന്ന് എന്നെ ട്രോൾ ചെയ്യണം യവന്മാർ കണ്ടന്റ് ഇടാൻ പോണത്. അതായത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ഡാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലേ, വേണ്ട ട്രെയിനിൽ പാലക്കാട് വരെ പോയാലേ, വാ പോവാ. ഈ പാലക്കാട് വരേണ്ട സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ ഹരിതാബ് പച്ചപ്പ്, അവിടെ വേറെ ആർക്കും കാണാൻ പറ്റൂല. ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട്, ഇടുക്കി. എനിക്ക് പാലക്കാട്, ഇടുക്കി ഇങ്ങനെയുള്ള ഭയങ്കര ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പക്ഷെ ഇവരെല്ലാരും എന്നിട്ട് കളിയാക്കും. എന്തോ എനിക്കറിയാം, എല്ലാരും എന്നിട്ട് കളിയാക്കും. എറണാകുളം വരെ മലേഷ്യയിൽ പോയപ്പോഴും അവിടെ ഊണും സദ്യ ഉണ്ടോന്ന് ചോദിച്ചാണ്. അല്ല, എറണാകുളം വരെ കാറിൽ പോകുന്ന പ്ലാൻ ഇട്ടു. ഇത്രയും ആൾക്കാര്, ഒരു 4-5 പേര്. അവര് കംഫർട്ടബിൾ. അതാ ട്രെയിനിലാണെങ്കിലേ പോകുന്നത്. ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേനും ഇവന്മാരിങ്ങനെ നോക്കിയിട്ട് എന്ത് അങ്ങനെ
അതാണ് നമ്മൾ ഈ ഫാമിലി ആയിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇപ്പം ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു എനിക്ക് തോന്നുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഇതും കൂടെ ചേർത്തോളം 7ാമത്തെ വട്ടമാണ് ഈ സിന്ദൂരം ഇട്ടത്. ഇടൂല, ഇവർക്ക് താലി ഒളിപ്പിച്ച് വെക്കും, സിന്ദൂരം ഇടാനൊക്കെ ഭയങ്കര അങ്ങനെ ആൾക്കാരെ കാണിക്കാൻ അങ്ങനെയല്ല, എനിക്ക് ചമ്മൽ വരും. നമ്മള് കൈരളി ചാനലിലാണ് പോണത്, ഇത്രയും വലിയ ചാനലാണ്, നീ അത് സിന്ദൂരം തൊട്ടേ ഇറങ്ങാവുള്ളൂ, സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ഇത്രയും വലിയ ചാനലിലാണ് നമ്മൾ പോണത്, അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടോ ഈ വാശി. ഇവിടെ സിന്ദൂരം എടുക്കാന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ നോക്കിയോ, ഇവിടെ ഇത്രയും ചോന്നിരിക്കും, മറ്റേ ഐഫോണിലിരിക്കും കിടക്കിങ്ങനെ ഞാൻ വലിച്ചു വരിയിട്ടുണ്ട് ഇങ്ങനെ ഒരെണ്ണം പൊത്തിയിട്ട് അവസാനം സാരിയൊക്കെ മാറിയിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ട് കല്യാണം കഴിക്കണില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ടല്ലേ കല്യാണം, ചെറുതായിട്ട് ഇടാവണമെന്ന് അറിയത്തില്ലായിരുന്നു, വാരി എടുത്ത് പൊത്തി. ആണോ? സിന്ദൂരത്തിന് ഇത്രയും കളർ ഉണ്ടെന്ന് ഞാൻ എന്താണ് അറിയാം. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ കുറെ മൂമെന്റ്സ് ഒക്കെ നിങ്ങൾ പണ്ടോട്ടേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ? ഇനി ലൈഫിൽ ഇനി പുതിയ എന്തെങ്കിലും തുടങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ബ്രാൻഡോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങണം? ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യണം. ഞങ്ങൾക്ക് 1-2 വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് 2 കൂടെ ഒരു കുഞ്ഞു വീട് വേണമെന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വീട്, കാറായി ചെറിയൊരു വീട്, പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ചെറിയ ഡ്രസ്സിന്റെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം, മൂക്കുത്തി ഇങ്ങനെയൊക്കെ ഉള്ളൊരു വെറൈറ്റി സാധനങ്ങൾ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഫുഡിന്റെ എന്തെങ്കിലും മീൻസ് പ്ലാനിങ് ഉണ്ട്, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നടക്കണമെങ്കിൽ നടക്കും. അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ കൂടുതലും ബ്രാൻഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിലാണ് കുറച്ചും കൂടെ അവരിപ്പോ ഇൻഫ്ലുവൻസ് ആയിക്കുന്നത് നമ്മൾ എന്തൊരു ബ്രാൻഡ് തുടങ്ങും അല്ലേ? അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയത് നിങ്ങൾ ഇനി തുടങ്ങാൻ അപ്പൊ ഡ്രസ്സ് തന്നെ ആയിരിക്കും അതോ ഡ്രസ് ഇങ്ങനെ പറയും മറ്റേ ഈ ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് മാറുമല്ലേ, ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് മാറും, ചായക്കട തുടങ്ങുന്നത്, അവിടെ മന്തിക്കട തുടങ്ങുന്നത്. ചായക്കട ഇട്ടാലോ, ചായ ഞാൻ അടിച്ചാൽ മട നീ ഉണ്ടാക്കൂ, ഇതാണ് സംസാരം, മണ്ടന്മാരാണല്ലാണോ. അപ്പൊ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യും. മന്തി കഴിക്കുമ്പോൾ വിചാരിക്കും അളിയ നമുക്ക് ഇപ്പൊ നമ്മളെ വീട്ടിൽ എപ്പോഴും കുക്കിംഗ് നടക്കും, ഇവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഈ ചച്ചു നല്ല ഫുഡ് വയ്ക്കും, ചച്ചുവിൻ്റെ അമ്മയൊക്കെ നല്ല ഫുഡ് വയ്ക്കും. അപ്പം ഞാൻ തോന്നി ഈ ബീഫ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ഇത് ഇവരുടെ അടുത്ത് വെക്കാൻ പറയും, അങ്ങനെ ഇവരത് വെക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ബീഫ്, അപ്പം ഞാനിങ്ങനെ ബീഫ് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ഇവർ പറയും. അളിയ നമുക്ക് ക്ലൗഡ് കിച്ചൺ തുടങ്ങാം, അതാ ഇവിടെ ഒന്നും ഉണ്ടാക്കി വിറ്റാൽ മതിയല്ലോ. എടാ തുടങ്ങാം, പക്ഷെ ഇത് നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്ത് തിന്നിട്ട് ബാക്കി വരുമെന്നുള്ളത് ഫുഡിൻ്റെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ യുവന്മാരൊക്കെ തന്നെ തിന്നു തീർക്കും. ഡ്രസ്സിൻ്റെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇവളും ചേച്ചിയൊക്കെ തന്നെ എടുത്തോണ്ട് പോകും. അങ്ങനെ അത് കാരണം എങ്ങനെ ബിസിനസ് ഇട്ടാലും നമുക്ക് നഷ്ടമാണെന്ന് നമുക്ക് പോവാറുണ്ടോ? കല്യാണത്തിന് മുമ്പ് ഞാന് കല്യാണത്തിന് മുമ്പേ ഞാൻ പറയായിരുന്നു എനിക്ക് രാത്രി, കാരണം എന്റെ വീട്ടുകാരെ ഒരു 6 മണി കഴിഞ്ഞാൽ വെളിയിറക്കൂല, അങ്ങനത്തെ ടൈപ്പുകളാണ്. വീട്ടുകാരെ കുഴപ്പമില്ല, ആ ഏരിയയുടെ കുഴപ്പമാണ്. 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്ന പെണ്ണുങ്ങളെ മോശമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പിന്നെ ആ നാട്ടുകാരൊക്കെ ഭയങ്കര പാവമാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. ചില ആൾക്കാരുണ്ടല്ലോ ഈ അല്ല 2 പേരിൽ ഒരാൾ അങ്ങനെ ആയിരിക്കും, അങ്ങനത്തെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ അധികം വെളിയിലോട്ട് അങ്ങനെ. അപ്പൊ എനിക്കാണെങ്കിൽ ഇവരാണെങ്കിൽ അവിടെ കഴിക്കാൻ പോകണം ഇവിടെ കഴിക്കാൻ പോകണമെന്നൊക്കെ എനിക്ക് കൊതിയാവും, ചായ പിടിക്കാനൊക്കെ രാത്രി. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാനത് വെറുത്തുപോയി. കല്യാണം കഴിഞ്ഞ രാത്രി വെളിയിറങ്ങണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് രാത്രി ഒരു നമ്മുടെ പറയില്ല അൻഫൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ കേശവസ്ഥലത്ത് ഒരു മലബാർ വൈസ് ഹോട്ടലുണ്ട്, ചായക്കട ഉണ്ട്. അവിടെ നിന്ന് വണ്ടി എടുക്കും, വാളിയ നമുക്ക് പനാമയിൽ പോയിട്ട് വരാം. പനാമ ചാക്കയിലാണ്. അവിടെ നിന്ന് തുടങ്ങി നേരെ പനാമയിൽ നിന്ന് നേരെ കഴക്കൂട്ടത്തുനിന്ന് ഫുഡ് കഴിച്ച് വീണ്ടും നേരെ മലബാറിൽ നിന്ന് ഇതിങ്ങനെ റൗണ്ട് അടിക്കും. അതായത് നിസ്സാരം പറയണ കഴിഞ്ഞ ദിവസം മെനങ്ങാന്ന് രാത്രി നമ്മളൊരു 11 മണി കഴിഞ്ഞ് നമ്മളൊരു കൂട്ടുകാരുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കേശവസ്ഥലത്ത് നിന്ന് ചായ ഒടിച്ച് അടി നിന്ന് കഴിയുമ്പോൾ പറയുക 2 മണിയായി, മലബാർ അടച്ച്. അപ്പോൾ നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ട് അങ്ങാറ്റത്ത്. അവർ ഷട്ടറൊക്കെ ഇട്ട് അടച്ച് മറ്റേ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ച് അവരങ്ങ് പോയി. അപ്പോൾ അവർ നമ്മൾ ശരി കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ചായ കുടിച്ച് നുണയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുത്തിട്ട് അറിയാലേ പനാമയിൽ പോയി ഒരു ചായ കുടിക്കാം. ശരി കറങ്ങി ചാക്കയിൽ അപ്പോൾ വീട്ടിൽ കിടന്ന് ഉറക്കമാണ്. ചാക്കയിൽ പോയി എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കുടിച്ചിട്ട് നേരെ വണ്ടി മലബാറിലിരിക്കണം. മലബാറിൽ പോകുന്നിട്ട് അവിടെ ഇരുന്ന് കറങ്ങി കുറച്ചേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ രാത്രി 11:30 കട അടച്ചിട്ട് പോയ പുള്ളി 5 മണിക്ക് കട തുറക്കാൻ വന്നു. അവര് കട തുറന്ന് ചായ ഇട്ടിട്ട് നോക്കിയപ്പോൾ നമ്മൾ അതേ കണക്ക് ഇവരെ നല്ല പരിചയം, ഇവര് കുറച്ചു മുമ്പ് ഇതേ സെയിം ഡ്രസ്സിൽ ഇതിങ്ങനെ കറങ്ങും വെളുപ്പിനെ വരെ. അവന്റെ കൂടെ വണ്ടിക്കകത്ത് കയറി അതൊരു ലൂപ്പാണ്, ഇന്ന് വരെ ആർക്കും അതുകൊണ്ട് ആരും കേറൂല, ഇതിങ്ങനെ കറങ്ങി. അതുകൊണ്ട് ഇവൾ അങ്ങനെ ആദ്യത്തെ 1-2 ദിവസം വന്നു. പിന്നെ ഇവക്ക് ഭ്രാന്തായി പോയി. ലൈഫ് ലോങ് നൈറ്റ് റൈഡ് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാള് 3 ദിവസം കൊണ്ട് വെറുത്തു. അതുകൊണ്ട് അതുപോലെ വർഷയ്ക്ക് ആദർശിനയിൽ ഇനിയിപ്പോ മാറ്റണം എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? മാറ്റണം എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ? ക്യാരക്ടർ അവരെ മാറ്റണം എന്ന് വെച്ചാൽ ഇതുപോലെ ഈ സംസാരിക്കുമ്പോഴേ നന്നായിട്ട് സംസാരിക്കും, ഭയങ്കരമായിട്ട് സംസാരിക്കും,
ഓവറായിട്ട് സംസാരിക്കും. ഇത് ഒരു മീറ്റർ ഇല്ല. അപ്പൊ ആ മീറ്റർ വച്ചിരുന്നാൽ കൊള്ളാന്ന് തോന്നുന്നു അല്ലേ? കാരണം സംസാരിച്ച് വള്ളി പിടിക്കും. സാധാരണ ചില കാര്യങ്ങൾ സംസാരിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചു വള്ളിയായോ. അതേപോലെ ഭക്ഷണയിൽ മാറ്റം തോന്നിയ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? ഉറക്കം. അന്ന് വൈകിയത് അതാണല്ലോ അല്ലേ? എപ്പോഴും ഉറങ്ങണം. അതായത് ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഇവളെ വീട്ടിലെ യെസു എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്. ഇത് ഇവള് മാത്രമാണ് എപ്പോഴും കിടന്നുറങ്ങണം. നിങ്ങളുടെ റീൽ ഉണ്ടല്ലോ പട്ടിയില്. ഉണ്ട് യെസു മോൻ, എച്ചു എസ്ര എന്നാണ് അവന്റെ പേര്. നമ്മുടെ വീട്ടിൽ എച്ചു എന്ന് വിളിക്കും. വിചാരിക്കും സ്കൂളിൽ എന്തിനു വിളിക്കും, എന്നാലും സ്കൂളിലൊന്നും ചേർക്കില്ല, വീട്ടിൽ കിടക്കും. പക്ഷേ ഇവള് എപ്പോഴും ഇവക്ക് വീട്ടിൽ ഇരിക്കണം. എല്ലാവരും ഇപ്പൊ അവളെ ട്രോളണം അങ്ങനെയാണ്. നമ്മളെ ഞാൻ പറയില്ല, ഇന്നൊരു ട്രോൾ വീഡിയോ എടുക്കണം, അതിനകത്ത് ഇത് തന്നെയാണ്. പക്ഷെ ഒരു കോമഡി വീഡിയോ ഉണ്ട്, ചെയ്യാൻ പറ്റും? ഇല്ല. കുറച്ച് നേരം ഉറങ്ങണ വീഡിയോ ഒന്ന് ചെയ്യാൻ പറ്റും, എന്നാൽ അത് ചെയ്യാം. ഇവളെപ്പോഴും ഇവളെ റൂമിനകത്തിരിക്കണം, ഇവളെപ്പോഴും ഒറ്റയ്ക്ക് അങ്ങനെ റൂമിനകത്തിരിക്കണം, ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം എന്നുള്ളത്. എനിക്ക് സോഷ്യൽ ബാറ്ററി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കുറഞ്ഞ് ഇല്ലാതാവും. അപ്പോഴും ഞാൻ റൂമിൽ കയറി റീചാർജ് ചെയ്യും. വീട്ടിൽ ഒരു ദിവസം ഫുൾ ഇരുന്ന് എന്നെ കൊണ്ട് പറ്റൂല. ഇവൻ നേരെ ഓപ്പോസിറ്റാ. ഇവന് ആൾക്കാരില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ റൂമിൽ കയറി. എനിക്ക് കണ്ടന്റ് കിട്ടണമെങ്കിൽ വെളിയിൽ ഇറങ്ങി ആൾക്കാരെയൊക്കെ കണ്ട. ഇവക്ക് കണ്ടന്റ് കിട്ടണമെങ്കിൽ വീടിനകത്ത്. എന്റെ തോട്ട്സിനകത്ത് ഞാൻ ഇരുന്നാലേ എനിക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. രണ്ട് ധ്രുവങ്ങളാണ്. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മുടെ കൂടെ എത്ര നേരം ഇരുന്നത് പറയുമ്പോ ഇന്റർവ്യൂ അപ്പൊ ഞാൻ കുറെ ചിരിച്ചു. ഞാൻ എപ്പോഴും പറയും കുറെ ചിരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂ ഇങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇത്ര നേരം ഇരുന്നതില്, ഇത്ര നേരം ചിരിപ്പിച്ചതില്, പിന്നെ പാലക്കാട് ഇഷ്ടമാണ് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു അഭിമാനം തോന്നുന്നു. പാലക്കാട് കുറെ കൂട്ടുകാരുണ്ട്. ഉണ്ണിക്കണ്ണൻ മംഗലുണ്ടാവും, മെസ്സേജ് അയക്കും, ഏട്ടാ ഇങ്ങോട്ട് എന്നാ വരുന്നേന്നൊക്കെ ചോദിച്ചായിരിക്കും. പാലക്കാട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കൈരളിയിൽ എനിക്ക് തോന്നുന്നു ഇതും കൂടെ ചേർത്ത് നമ്മള് കൈരളിയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ അശ്വമേധം ഉണ്ടായിരുന്നു. പിന്നെ കിഷോറുണ്ട്, പിന്നെ നമ്മുടെ കിഷോറുണ്ട്. കിഷോറേട്ടൻ കൈരളി ടിവിയുടെ കഴിഞ്ഞ ഓണത്തിന് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങളുണ്ടായിരുന്നു. കൈരളി ഞങ്ങളെ ഫാമിലി പാർട്ട്ണർ. അപ്പൊ നമ്മുടെ കയ്യിലോട്ട് വന്നതിനും നമ്മളോട് ഇത്ര നേരം ഇരുന്നതിനും നമ്മൾ കുറെ ചിരിപ്പിച്ചതിനും ഒക്കെ താങ്ക്സ്. പാലക്കാട് പറഞ്ഞതിനും താങ്ക്സ്. അപ്പൊ താങ്ക് യു.